പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ശാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധാപൂർവം പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങളുടെ കോളുകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. എറണാകുളം കാക്കനാട് IMG ജംഗ്ഷനിൽ ഉള്ള വ്യാപാര ഭവന്റെ ഓഡിറ്റോറിയത്തിൽ എല്ലാ ഞായറാഴ്ച രാവിലെ 8 മുതൽ 10 വരെയും വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ 9 മണി വരെയും ഡെലിവറൻസ് മീറ്റിംഗും നടന്നു വരുന്നു. താല്പര്യമുള്ളവർ, മറ്റുള്ള സഭകളിൽ പോകാത്തവർ നിങ്ങൾക്ക് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവജനം നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് സകലതും നന്മയ്ക്കായി തീരുന്നത് ദൈവമക്കൾക്കാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടതകളും നഷ്ടങ്ങളും ഉണ്ടാകാം, എന്നാൽ അതിൻ്റെ അവസാനം അനുഗ്രഹമായിരിക്കും. ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും, എന്നാൽ അതിൻ്റെ അവസാനം അനുഗ്രഹമായിരിക്കും. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. റോമാലേഖനം 5-3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുകയാണ്. അപ്പോൾ ഒരു കഷ്ടം നമ്മൾക്ക് വരുന്നത്, ഒരു പ്രതികൂലമോ ഒരു പ്രയാസമോ രോഗമോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ തകർച്ചയ്ക്കല്ല, പ്രത്യുത അതിൽ കൂടെ ഒരു അനുഗ്രഹത്തിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുകയാണ്. അതിനകത്ത് ദൈവം നമ്മളെ പരിശോധിച്ച്, നമ്മളെ ശോധന ചെയ്ത്, നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ സ്വതന്ത്രം അതിൽ കൂടെ നമ്മളെ ക്ഷമ പഠിപ്പിച്ച് ദൈവം അടുത്ത തലങ്ങളിലേക്ക് നമ്മളെ കയറ്റുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് വലിയൊരു പീഡന ഉണ്ടായി. അപ്പോസ്തലന്മാരൊഴികെ ശിഷ്യന്മാരെല്ലാം സ്വതന്ത്രം ചിതറിപ്പോയതായി നമ്മൾ കാണുന്നു. അവർ ചിതറിപ്പോയത് അനുഗ്രഹത്തിനാണ്. സ്തോത്രം. അവർ ചിതറിപ്പോയത് അനുഗ്രഹത്തിനാണ്. സ്തോത്രം. അവർ പോയിടത്തെല്ലാം വചനം ശുശ്രൂഷിച്ചു, വചനം ഘോഷിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 8-4 നമ്മൾ വായിക്കുന്നു. അത് ദൈവത്തിന്റെ ഒരു നിവർത്തിയും കൂടാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. അപ്പോൾ ശമര്യയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കണമെന്ന്, അവിടെ ദൈവത്തിന്റെ സാക്ഷിയാകണമെന്ന്, ഭൂലോകത്തെങ്ങോ എല്ലായിടും കർത്താവിന്റെ സാക്ഷികളാകണമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളപ്പോൾ ഒരു ഭീഡ വന്നത് അവരെ തകർക്കുവാനല്ല, ദൈവസഭ ഇല്ലാതാകാനല്ല, അത് വചനം മറ്റുള്ളിടത്തേക്ക് പരക്കുവാനാണ്. നിന്റെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന ഏത് ക്രൈസിസ് ആയിക്കൊള്ളട്ടെ, അത് നിന്റെ തകർച്ചയ്ക്കല്ല, അത് നിന്നെ പണിയുവാനാണ്. നീ ഇതുവരെയും നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു പടി കൂടെ നിന്നെ ഉയർത്തി സ്തോത്രം ഹല്ലേലൂയ, നീ എത്തിച്ചെന്ന് നിനക്കെത്താൻ കഴിയാത്ത സ്തോത്രം ഉയരങ്ങളിലേക്ക് നിന്നെ എത്തിക്കുവാൻ സർവശക്തൻ ചിലതിനെ ഇളക്കുകയാണ്. അത് നിന്റെ സ്തോത്രം അടിത്തറ സ്തോത്രം തകരുന്നതല്ല, പിശാച് കൊണ്ടുവരുന്നതല്ല, ദൈവം നിനക്ക് തരുന്ന ചില പരിശോധനകളാണ്, ചില ബാലശിക്ഷകളാണ്. അതിനകത്തൂടെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനാകും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട്
പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുവാൻ ഇടയാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും. അവർ ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. അതെ, ആമീൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന വാക്യങ്ങളാണത്. ആമീൻ, സ്തോത്ര. തകർന്നെന്നും ആമീൻ വിരൂപനായെന്നും ആമീൻ ഇല്ലായ്മയായെന്നോ പിശാച് പറഞ്ഞെടുത്ത് ആമീൻ സർവശക്തനായ ദൈവം അവനെ സ്തോത്രം ഹല്ലേലൂയ ആമീൻ സ്തോത്രം 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചു വരുന്നതിനേക്കാൾ ശോഭയുള്ളവനാക്കി തീർത്തു. ആമീൻ സ്തോത്രം ഹല്ലേലൂയ. അവനെ അനുഗ്രഹിക്കപ്പെട്ടവനാക്കി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആമീൻ സ്തോത്രം ഹല്ലേലൂയ. ആമീൻ സ്തോത്രം. അവന് ഏറ്റവും അധിക ഉന്നതിയിലേക്ക് ദൈവം അവനെ ഉയർത്തി. സകല നാമത്തിനു മേലായ നാമ ദൈവം അവന് കൊടുത്തു. അതേ ദൈവമക്കളെ, നിനക്ക് വരുന്ന എല്ലാം നിന്റെ അനുഗ്രഹത്തിനാണ്, നിന്റെ തകർച്ചയ്ക്കല്ല. ഒരിക്കലും പിന്മാറ്റത്തിൽ പോകരുത്. ഒരിക്കലും ഈ നല്ലവനായ കർത്താവിനെ നീ തള്ളിപ്പറയരുത്. ഈ കട്ടതയുടെ തീച്ചുളയിൽ ആമീൻ യോബ് പറഞ്ഞതുപോലെ നീ പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എന്റെ നടപ്പ് ഞാൻ അവന്റെ മുമ്പിൽ തെളിയിക്കും. അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് നീ സ്തോത്രമല്ലിയ പിശാചുകൾക്ക് ആമീൻ പ്രഖ്യാപിച്ചു പറ. ആമീൻ, ഈ രോഗം നിന്റെ തകർച്ചയ്ക്കല്ല. ആമീൻ സ്തോത്രം. ഈ ഉദ്യോഗം നഷ്ടപ്പെട്ടത് ആമീൻ സ്തോത്രം നീ ദരിദ്രനാകാനല്ല. നീ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത പ്രാപിച്ചിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹത്തിലേക്ക് സർവശക്തനായ ദൈവം നിങ്ങളെ കൊണ്ട് ഞാൻ എത്തിക്കാൻ പോകുന്നു. ഈ ശോധന നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനാണ്. Praise the Lord. ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ നേരെ ദോഷം നിരൂപിച്ചു, എന്നാൽ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആമീൻ. ദോഷം സഹോദരങ്ങൾ നിരൂപിച്ചു. ആമീൻ. ആമീൻ കൂസോത്രം ചോര. ആമീൻ. ചോരയിൽ പിറന്നവർ ആമീൻ ദോഷം നിരൂപിച്ചു. അവര് തകർത്ത് കളയാൻ നോക്കി. എന്നാൽ ജോസഫ് പറയുക, അതെന്റെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തീർത്തു. അവൻ കണ്ട സ്വപ്ന, ആ സ്വപ്നത്തിനകത്ത് ആമീൻ കാരാഗ്രഹമില്ലായിരുന്നു, പൊട്ടക്കിണറില്ലായിരുന്നു, അടിമച്ചന്തയില്ലായിരുന്നു, പൊത്തിപ്പേറിന്റെ വീട്ടിലെ ആമീൻ പ്രതിസന്ധികളില്ലായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം അവന്റെ ദർശനത്തിന് പൂർത്തി വരുത്തുവാൻ ചില പ്രതിസന്ധികളിൽ കൂടെ, ഘട്ടങ്ങളിൽ കൂടെ, വെല്ലുവിളികളിൽ കൂടെ ജോസഫിനെ കടത്തി വിട്ടുവെങ്കിലോ ജോസഫ് പറയുക, അതിനെ ഗുണമാക്കി തീർത്ത ദൈവമുണ്ട്. ചില വർഷങ്ങൾ, 10-13 വർഷങ്ങൾ ആമീൻ കണ്ണുനീരിന്റെയും കയ്പിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ കൂടെ ജോസഫ് കടന്നു പോയെങ്കിലോ ഒടുവിൽ ജോസഫ് പറയുക, എന്റെ ജീവിതം കയ്പാ എന്ന് പറഞ്ഞവരുടെ നടുവിൽ അതിനെ മധുരമാക്കി തീർത്ത ദൈവമുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയും? നീ അത് റിസീവ് ചെയ്ത് ആമീൻ പറയുക. നിന്റെ ജീവിതം ദുഷ്കരമാകത്തക്കവണ്ണം, കൈപ്പേറിയതാകത്തക്കവണ്ണം നിനക്കെതിരെ പ്രവർത്തിച്ചവർ അവർ കാണെ അവരുടെ മുമ്പിൽ നിനക്ക് മേച്ച ഒരുക്കി സർവശക്തനായ ദൈവം നിന്നെ മാനിക്കും, നിന്റെ തലമുറകളെ മാനിക്കും. നീ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല, എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹിസ്കിയാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു, എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും എന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശത്തിൽ നിന്ന്, നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് ദൂത് പറയുമ്പോൾ ആമീൻ ഹിസ്കിയാവ് മുഖം ചുവരിനോട് ചേർത്ത് പിടിച്ച് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ നിർമ്മലതയോടും ഏകാഗ്രതയോടും കൂടെ നടന്നത് ഓർക്കണമേ. അതെ ദൈവമക്കളെ, നീ വിശുദ്ധിയോടും നിർമ്മലതയോടും ഏകാഗ്രതയോടും കർത്താവിനെ സേവിച്ച് നിൽക്കുന്ന ദൈവമക്കളാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ രോഗം സൗഖ്യമാകാൻ പോകുക. നീ സ്തോത്രമല്ലേലൂയ മരിക്കത്തില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കൂ. ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തത് ഇത് മാരക രോഗമാ, ഇത് മരുന്ന് കൊണ്ട് മാറാൻ കഴിയത്തില്ലെന്നാ, എന്നാൽ അത് നിനക്ക് നന്മയ്ക്കായി തീരാൻ പോകുക. നീ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും വഹിച്ചുകൊണ്ട് ലോകമെമ്പാടും നടക്കുന്ന ഒരു അഭിഷക്തനായി, ഒരു അഭിഷക്തയാക്കി സർവശക്തൻ നിങ്ങളെ മാറ്റാൻ പോകുക. വിശ്വസിക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. പതറരുത്. ഇന്നത്തെ പ്രതിസന്ധിയുടെ നടുവിൽ നീ ആത്മഹത്യക്കോ സ്തോത്രം ദൈവസന്നിധി എന്നുള്ള പിന്മാറ്റത്തിലോ ഒരിക്കലും നീ ചുവടുകളെ വെക്കരുത്. ഇയ്യോബ് പറഞ്ഞതുപോലെ പറ, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നിന്നെ പൊന്നുപോലെ കൊണ്ടുവരണ, ഒരു കീടമില്ലാത്ത, ഒരു അശുദ്ധിയില്ലാത്ത ഒരു നല്ല തങ്കമാക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ 2024 ആ ദൈവപ്രവൃത്തി കാണും, അനുഭവിക്കും. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ പിതാവേ, അങ്ങയുടെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ കർത്താവേ വരും കാലങ്ങളിൽ ഇത് കേൾക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. നിന്റെ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളോട് വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.